ഇനി ചോദിക്കട്ടെ, ഈ സംഘപരിവാറുകാരാ, നിങ്ങൾ എത്ര പേരെ ഇതേപോലെ ചെയ്തിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ട്? എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ട്? അവരൊരു വളരെ ഹമ്പിളായിട്ടൊരു കർഷക തൊഴിലാളിയുടെ മകൾ അത് അപ്പൻ മരിച്ചുപോയി, അതിൻ്റെ കോമ്പൻസേറ്റ് കിട്ടാൻ വേണ്ടി, അതായത് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി ഇവരുടെ അമ്മ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. അത് കിട്ടിയില്ല. ആ സമയത്ത് ഈ ചർച്ചുകാരാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ മാറ്റമുണ്ടാകുന്നത്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പലതും മാറ്റമുണ്ടാകുന്നത് അവൻ ആ സന്ദർഭത്തിൽ കിട്ടുന്ന ഹെൽപ്പാണ്. അത് സാമ്പത്തികമായിരിക്കും, അതവരെ കൗൺസിലിംഗ് ആയിരിക്കും, അവരെ മെൻ്റലി തളർന്നു പോകുന്ന സമയത്ത് അവർ നിർത്തിക്കൊണ്ടുവരും. ഇതാര് കൊടുക്കാൻ സാധിക്കുന്നു? അതൊരു വിശ്വാസമാണ്. അതാണ് ഈ ഗോസ്പൽ എന്ന് പറയുന്ന അവരെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ കന്യാസ്ത്രീകളും പാസ്റ്റർമാരും ഒക്കെ ഉത്തരേന്ത്യയിൽ ലോകത്ത് മുഴുവനും പോയി പറയുന്നത്. അതിലെന്ത് തെറ്റാവുള്ളത്? തകരുന്ന മനുഷ്യന് താങ്ങായിട്ട് നിൽക്കുന്നു. അതിലെവിടെയാണ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ ഉണ്ടായത്? അവരവരുടെ ലൈഫും അവരെ സഹായിക്കാൻ കൊടുക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് അവർ ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാൻ. ജസ്റ്റിസ് ഭാനുമതിയുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ. അവർ ലൈഫിൽ എവിടെയും പറയാൻ പോയില്ല. കാരണം അവർ ഹിന്ദു പേരിൽ തന്നെ ജീവിച്ചത്. പക്ഷെ അവരുടെ വിശ്വാസം വേറെയായിരുന്നു. ഇതേപോലെ ആയിരക്കണക്കിന് പേര് ഇന്ത്യയിലും ലോകത്തും ക്രിപ്റ്റോക്രിസ്ത്യൻസ് ആയിട്ടുണ്ട്. അതിനൊക്കെ ഒരു ക്ലാസിക് തെളിവാണ് സുപ്രീം കോർട്ടിലെ ജസ്റ്റിസ് ഭാനുമതി.